ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ICDS സൂപ്പർവൈസർ എക്സാമിന് ചോദിച്ച കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഉപകാരപ്രദമായ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതാണ്? ലാഹോർ. 2024 ലോകത്തിൽ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരമാണ് ലാഹോർ. വായുമലിനീകരണം ഏറ്റവും കൂടുതൽ പാകിസ്ഥാനിലാണ്. പാകിസ്ഥാനിലെ സാംസ്കാരിക നഗരമാണ് ലാഹോർ. ലോകത്തെ ഏറ്റവും മലിനമായ നഗരവും ലാഹോർ തന്നെയാണ്. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസമാണ് 2025 ജനുവരി 19. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസമാണ് 2025 ജനുവരി 19. 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിന്. 2024 ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? മാധവ് ഗാഡ്ഗിൽ. മാധവ് ഗാഡ്ഗിലിനാണ് UN പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത്. മാധവ് ഗാഡ്ഗിലിന് UN പരമോന്നത പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചു. പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ മാധവ് ഗാഡ്ഗിലിനാണ് UN പരിസ്ഥിതി പ്രോഗ്രാമിൻ്റെ പരമോന്നത ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം ലഭിച്ചത്. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ലോല മേഖലകളെ കണ്ടെത്തിയതിന് ഗാഡ്ഗിലിൻ്റെ 2011 റിപ്പോർട്ടിനാണ് പുരസ്കാരത്തിന് അർഹനായത്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് മനു ഭാക്കർ. മനു ഭാക്കറിനെ കുറിച്ച് ഇപ്പോൾ 2024 2025 റിപ്പീറ്റഡായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം മനു ഭാക്കർ. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികൾ പെടാത്തത് ഏത്? ഹോപ്പാണ് പെടാത്തത്. അപ്പോൾ ഹോപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹോപ്പ് എന്നാൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, പോലീസ് ഇവരെല്ലാവരും പഠിപ്പ് മുടങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് അത് വീണ്ടെടുക്കാനുള്ള അവസരം പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോപ്പ് എന്ന പദ്ധതി. അതായത് സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, പോലീസുകാർ എന്നിവർ പഠിപ്പ് മുടങ്ങിയ കുട്ടികളുടെ പഠിപ്പ് പുനരാരംഭിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് മറ്റു 3 അത് ഏതൊക്കെയാണെന്ന് നോക്കാം. നിർഭയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് തടയുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നിർഭയ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി നിർഭയ. അപരാജിത എന്ന് പറഞ്ഞൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം പദ്ധതിയാണ്. അതായത് സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്നിവ നേരിടുന്ന വനിതകൾക്കായിട്ട് ഓൺലൈൻ പരിഹാര പ്ലാറ്റ്ഫോമാണ് അപരാജിത എന്ന് പറയുന്നത്. പിങ്ക് പോലീസ് എന്ന് പറയുന്നത് 2016 ഓഗസ്റ്റ് 15 കേരള സർക്കാർ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച ഒരു പദ്ധതിയാണ് പിങ്ക് പോലീസ് എന്ന് പറയുന്നത്. 2016 ഓഗസ്റ്റ് 15 പിങ്ക് പോലീസ് പദ്ധതി ആരംഭിച്ചത്. അത് സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഓടക്കുഴൽ അവാർഡ് 2024 ലഭിച്ചത് K അരവിന്ദാക്ഷനാണ്. 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഓടക്കുഴൽ അവാർഡിൻ്റെ തുകയെന്ന് പറയുന്നത് 30,000 രൂപയാണ്. ഓടക്കുഴൽ അവാർഡിൻ്റെ തുകയെന്ന് പറയുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2024 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് K അരവിന്ദാക്ഷനാണ്. 2023 ലഭിച്ചത് PN ഗോപികൃഷ്ണനാണ്. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ ബഹുമതി കുവൈറ്റിൻ്റേതാണ്. ഇത് കിട്ടിയത് ആർക്കാണ്? നമ്മുടെ നരേന്ദ്രമോദിക്കാണ്. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് ഇതിനകത്ത് ആൻസർ ഇല്ല. A ഷാജഹാനാണ് കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടിയാണ് സർഗവസന്തം. എന്താണ് സർഗവസന്തം? വനിതാ ശിശുവികസന വകുപ്പിൻ്റെ കീഴിൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടി.
പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകമാണ് കളിത്തോണി. പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപ്പുസ്തകമാണ് കളിത്തോണി. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആർദ്രം. ഇത് റിപ്പീറ്റാണ്. സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്താണ് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രിയാണ് ശ്രീ MB രാജേഷ്. നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമാകും. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.